പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഒരുങ്ങുകയാണ് സിറോ മലബാർ സഭ. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ള യുവജനങ്ങളുടെ പട്ടിക തയ്യാറാക്കാനാണ് നിർദ്ദേശം. KCYM മാനന്തവാടി രൂപതയാണ് ഈ നിർദ്ദേശം നൽകിയത്. രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, വ്യക്തികൾക്കാണ് പിന്തുണ നൽകുന്നത് എന്നും KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിബിൻ ജോസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളിലേക്ക് നമ്മൾ പിന്തുണ നൽകുന്നില്ല, നമ്മൾ വ്യക്തിഗതമായിട്ടാണ് നമ്മൾ പിന്തുണ നൽകുന്നത്. കാരണം ക്രൈസ്തവന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ പ്രധാനമായും KCM എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് സിറോ മലബാർ സഭ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ക്രൈസ്തവ നേതാക്കളുടെ പട്ടിക തയ്യാറാക്കാനാണ് KCYM നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ കത്തോലിക്ക നേതാക്കന്മാരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ പിന്തുണ നൽകും. ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ക്രൈസ്തവരുടെ ശബ്ദം ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യമെന്ന് KCYM മാനന്തവാടി രൂപത പ്രസിഡന്റ് ബിബിൻ ജോസ് വ്യക്തമാക്കി. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന നമുക്ക് പല അവകാശങ്ങളും പല സമയങ്ങളിലും ലഭിക്കാറില്ല. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തദ്ദേശപരമായിട്ട് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന രീതിയിൽ നമുക്ക് പല കാര്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല, പല കാരണങ്ങളും തടസ്സപ്പെട്ടു പോവുകയാണ്. അപ്പം അത് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു കാരണമായി നമ്മൾ കാണുന്നു. അപ്പം നമ്മുടെ യുവജനങ്ങൾ അതിലേക്ക് വരുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന്. കാരണം അവിടെ ഒരു വോയിസ് നമുക്ക് യുവജനങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ക്രൈസ്തവൻ എന്ന നിലയിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അതില്ലാതെ വരുന്നതിൻ്റെ കുറവുകൾ ഓരോ ക്രൈസ്തവനും ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയിലെ താമരശ്ശേരി, തൃശൂർ രൂപതകളിലും സമാന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രൂപതകളിലെ KCYM, കത്തോലിക്ക കോൺഗ്രസ് എന്നീ സംഘടനകളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ വോട്ട് ഉറപ്പാക്കാൻ ഇടവകകളിൽ വിവിധ പ്രവർത്തനങ്ങളാണ് രൂപതകൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, വയനാട്.